ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ബ്രാൻഡ് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് ലോകത്താണ്. സോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് അയൺ നിന്നിട്ട് ഡയമണ്ടിലോട്ടേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഡയമണ്ട് കിട്ടണമെങ്കിൽ അന്ന് നമ്മൾ പോയ ഒരു റവീൻ ഓർമ്മയുണ്ട് ഗൈസ്. നമ്മൾ ഹാഫ് വേ തിരിച്ചു വന്നു അവിടെ നിന്ന് അയൺ മാത്രം എടുത്തിട്ട്. ഇന്ന് നമുക്ക് ആ റവീൻ എക്സ്പ്ലോർ ചെയ്യണം. അതിൽ ഞാൻ ഒരു മൈൻ ഷാഫ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതും എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് നല്ല ലൂട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഗെയിമിലോട്ട് പോവാം. സോ ഗൈസ്, ഞാൻ ഇത്തിരി ചേഞ്ചസ് വരുത്തിൻ്റെ എൻ്റെ ബാക്കിൽ കാണാമായിരിക്കും. ഇത് നമ്മുടെ മുമ്പത്തെ ഫാം ഉണ്ടായിരുന്നു. ആ ഫാമിന് ഞാൻ ചുറ്റും ഫെൻസ് ഇട്ടു. ഞാൻ ഓഫ് ക്യാമറ ഇത്തിരി ചുറ്റും ഫെൻസ് ഇട്ടിട്ട് 4 സൈഡ് ഒരു പൂവ് ഇട്ടു. എന്നിട്ട് ഇവിടെ ഒരു ചെസ്റ്റ് എഴുതിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ സീഡ്സ് ആണ്. ഇവിടെ സീഡും ഇവിടെ വീറ്റുമാണ് കൈ കിട്ടിയിട്ടായതുകൊണ്ട് ഈ വള്ളത്തിനെ ഞാൻ മുകളിൽ നിന്ന് മൊത്തം കവർ ചെയ്തു. എന്താ വെച്ചാൽ ഇതിൽ കൂടി നടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീണിട്ട് ഇതായി കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ പോവും, സാധാ ഡെഡ് ബ്ലോക്ക് ആവും. അതുകൊണ്ട് ഞാൻ ഇവിടെ മുകളിൽ ഫുള്ള് ട്രാപ്പ് ഡോർ വെച്ചു. പിന്നെ ഇവിടെ ഫെൻസ് ഡോർ വെച്ചിട്ട് 2 ഉറങ്ങിയിട്ട് വരാം. സോ ഇന്നത്തെ പരിപാടി നമുക്ക് ആ റവീനിൽ പോകണം. നമുക്ക് ഇതിന് റെഡി ആവണം. എൻ്റെ കയ്യിൽ 24 ബ്രെഡ് ഉണ്ട്. അത് പോരാന്ന് തോന്നുന്നു. ഞാൻ ഇത്തിരി മുമ്പ് തന്നെ റെഡി ചെയ്യേണ്ട ഒരു ബ്ലാസ്റ്റ് ഫർണസ് വല്ല കിട്ടിക്കാൻ സ്മെൽറ്റ് ചെയ്യാൻ. പിന്നെ ആർമർ പൊട്ടാറായി. സോ നമുക്കത് അയണുണ്ട്. അപ്പോൾ എത്തുവാണെങ്കിൽ പൊട്ടിയാൽ ഇതാക്കാം. പിന്നെ ഒരു സ്റ്റാക്ക് വുഡും ഉണ്ട്. പിന്നെ ഇത്തിരി ഇതും പിന്നെ എക്സ്ട്രാ ഒരു പിക്കാക്സും. ഇത്രയൊക്കെ മതി. ഇനി ബാക്കി ഫുഡാണ് ആവശ്യം. 24 ബ്രെഡൊക്കെ മതി, കുഴപ്പമില്ല. ഷീൽഡ് സോറി മറന്നു. സോ ഗൈസ്, ഷീൽഡും റെഡിയായി, ടോർച്ചും റെഡിയാണ്, എല്ലാം ടൂൾസും റെഡിയാണ്. നമുക്ക് റവീനിൽ പോവാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ. സോ ഗൈസ്, ഞാൻ റവീനിൽ എത്തിയിട്ട് ഇവിടെയാണ് നമ്മൾ അന്ന് വന്നത്. അത് നമ്മൾ ഹാഫ് ഡേ തിരിച്ചു വന്നു. നമുക്ക് ഇനി ഇത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. പിന്നെ ഒരു കാര്യം, ഇന്ന് ഞാൻ ഒരു സാധനം കൊണ്ടുവരാൻ മറന്നു. ഞാൻ വിചാരിച്ചു കൊണ്ടോ ഞാൻ മറക്കണ്ടെന്ന്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബെഡ് കൊണ്ടുവരാൻ മറന്നു. മറ്റേ കേവിൻ്റെ ഉള്ളിൽ പോയ ആവശ്യമൊന്നുമില്ല, എന്നാലും കൊണ്ടുവരായിരുന്നു. ഇവിടെ റീസ്പോൺ പോയിന്റ് ഇങ്ങനെ സെറ്റ് ആയിരിക്കാം. പറയാൻ പറ്റില്ലല്ലോ ഞാൻ എപ്പോൾ ചാവുന്നു. ഇതുവരെ ചത്തിട്ടില്ല, ഇനി ചാവുമെന്ന് അറിയില്ല. സോ ഇനി നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. നമ്മളെ സ്വാഗതം ചെയ്യാൻ എത്തണം. നമുക്ക് കോൾ എന്തായാലും എടുത്തിട്ട് പോവാം. ബിക്കോസ് നമുക്ക് കോൾ എടുത്തുകൊണ്ടേ ഇരിക്കാം. എൻ്റെ മുമ്പത്തെ എൻ്റെ കോളിൻ്റെ നല്ല കുറവായിരുന്നു. എനിക്ക് കോൾ നല്ല കുറവായിരുന്നു. ഗൈസ്, നമ്മൾ മെയിൻ ഷാഫ്റ്റിൽ. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ചെസ്റ്റ് കിട്ടിയില്ല. ആരുമില്ലല്ലോ. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും? ഡയമണ്ട്സ് ഉണ്ടായി നല്ല ഗൈസ്. ഗൈസ്, നമുക്ക് ഇത് കിട്ടി, ഗോൾഡൻ ആപ്പിൾ. ഫുഡിന് കോളും കിട്ടി. ഇതും ആവശ്യം വരും. നമുക്ക് റെയിൽ ആവശ്യം വരുമെന്ന് അറിയാം, എന്നാലും എടുത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാം. ഇത് കണ്ടോ, അവിടെ ഡയമണ്ട് ബ്ലോക്ക് അല്ലേ അത്? അത് ഡയമണ്ട് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട്. നമ്മളെ സ്വാഗതം ചെയ്യാൻ നല്ല ആൾക്കാരുണ്ട്. പോയാലോ ഗൈസ് താഴത്തേക്ക്? താഴെ ചെറിയ സോംബി ഉണ്ട്. കുഴപ്പമില്ലല്ലേ, എന്താവണമെന്ന് വെച്ചാൽ നോക്കാം. എല്ലാവരും അങ്ങോട്ട് ചെയ്യുന്ന എന്തിനാണോ? ഓരോരുത്തരും ഇതാരാ? അടുത്ത ആള്. ജസ്റ്റ് ഇതാ ഗോൾഡ് കിട്ടിയത്. ഗോൾഡ് ആവശ്യം വരും നമുക്ക് നെതറിൽ പോകുമ്പോൾ. അപ്പോൾ ഇതങ്ങ് എടുക്കാം. ഗൈസ്, ഡയമണ്ടാണ് ഗൈസ്. യെസ് ഗൈസ്, ഡയമണ്ടാണ്. ഞാൻ ആലോചിച്ചത് എക്സൈറ്റ്മെന്റിൽ പോയി ചാടിയതാ. എന്താണ് അല്ലോ? ഓരോരുത്തരെ വന്നാ ഡയമണ്ട് ആണ്. 2 ഡയമണ്ട്. ഈ വേൾഡിലത്തെ ആദ്യത്തെ ഡയമണ്ട് ആണ് ഗൈസ് ഇത്. എത്ര ഡയമണ്ടിന്റെ നോക്കാം. ഗൈസ്, 2 ഡയമണ്ടേ ഉള്ളൂ ഗൈസ്. നമ്മളുടെ ഈ വേൾഡിലത്തെ 2 ഡയമണ്ട് ഫസ്റ്റ് ഡയമണ്ട് ആണിത്. ഗൈസ്, അച്ചീവ്മെന്റും വന്നു. ഇനിയും ഡയമണ്ട് എടുപ്പിക്കാം. ഈ ഡയമണ്ട് പോരാ. ഈ കേവ് നല്ല വലുതാണ് ഗൈസ്, നല്ല വലിയ കേവ്. അതുകൊണ്ട് ഡയമണ്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഗൈസ്, ഡയമണ്ട് ഗൈസ്, നമ്മുടെ 3ാമത്തെ ഡയമണ്ട്.
ഒരെണ്ണം മാത്രം കിട്ടാതെ ആവും, രണ്ടെണ്ണം കിട്ടി. എട്ടാമത്തെ ഡയമണ്ട് ആവും ഇവിടെ നടന്നുണ്ട്. ഞാൻ പെട്ടു. ഇപ്പൊ ചത്തന്നെ 2 ഹാർട്ട്. 2 ഹാർട്ട് ഞാൻ എങ്ങനെയോ എസ്കേപ്പ് ചെയ്ത് വന്നാണ് ഗൈസ്. മറ്റേ സാധനം എന്തോ പറയില്ലേ, കെമിസ്റ്റിന്റെ എന്തോ ആണ് ഗൈസ്. ഇതിന്റെ കുറച്ച് ഞാൻ ബ്ലോക്കും ഇതൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് വല്ല ഡിസൈൻ ചെയ്യാൻ, നമുക്ക് വല്ല ഡെക്കറേഷൻ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയി. ഗൈസ് ഇവിടെ 2 ക്രീപ്പർ എൻ്റെ മേലെ വന്നു, അത് പൊട്ടി. ആ ക്രീപ്പർ എനിക്ക് വേണ്ടി ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ. ആദ്യമായിട്ട് ക്രീപ്പർ ഉപയോഗമായി ഗൈസ്. നമുക്ക് ഒന്നും കൂടി ഒരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നോക്കാം ഗൈസ്. നമ്മൾ ഫൈനലി പുറത്തിറങ്ങി. പുറത്ത് കാണുമ്പോൾ ഇതാ നല്ല മഴ ഉണ്ട്. നമുക്ക് വില്ലേജിലേക്ക് പോവാം ഗൈസ്. ഞാൻ വില്ലേജ് എത്തിയിട്ടുണ്ട്. രാവിലെ ആയിട്ട് ഫൈനലി നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മുടെ മരം. ഈ മരം കണ്ടപ്പോഴേ മനസ്സിലായി നമ്മുടെ വീടാണ്. നമ്മൾ 21 ഡയമണ്ട് വെച്ച് ബാക്കിലേക്ക് വന്നു. ബിക്കോസ് നമ്മുടെ അത്ര ഫുഡ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മിനിയും പോയിണ്ടാവും. ബട്ട് കുഴപ്പമില്ല, നമുക്ക് ഫുഡ് ഫാം ഉണ്ടാക്കണം. ഇനി ഇതാ ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കാം. തന്നെ ഫുഡിൻ്റെ നല്ല കുറവുണ്ട്, അത് കാരണമാണ് ഞാൻ തിരിച്ചു വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കൂടി ആ കേവ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇത്രയും കൂടി ഡയമണ്ട് കളക്ട് ചെയ്തിരുന്നു. ഇതാ നമ്മുടെ ബെഡ്റൂമിൽ ഈ ചെസ്റ്റ് വയ്ക്കാം, നല്ല ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. സോ റെഡ് സ്റ്റോൺ എന്താ ഇത്ര എടുത്ത് വെച്ച് പറഞ്ഞാൽ എനിക്ക് ആവശ്യം വരും ഈ ബിൽഡ് ഉണ്ടാക്കാനൊക്കെ. സോ ഗൈസ് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ സോ ഗൈസ് ഞാൻ ഇത് ഉണ്ടാക്കാൻ നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് 8 ബ്ലോക്കേ പോകുള്ളൂ. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സോ ഗൈസ് അപ്പോൾ ഇത് ഇങ്ങനെ വരണമെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ 1 2 3 4 5 6 7 8 എണ്ണം പോകും ഈ സാധനം. അപ്പോൾ ഈ 8 എണ്ണം, അപ്പോൾ ഇത് കറക്റ്റാണ്. സോ ഗൈസ് അത് തെറ്റാണ്. നമ്മൾ ആ ഹോപ്പറിൻ്റെ ഫ്രണ്ടിൽ 8 ഡെഡ് ബ്ലോക്ക് വെക്കാൻ പാടില്ല, 7 ബ്ലോക്കേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഹോപ്പർക്ക് വെള്ളം പോകുള്ളൂ. അത് ഡേർട്ട് വരെ വെള്ളം നിൽക്കും. അപ്പോൾ ആ സാധനം വീറ്റും സീഡൊന്നും ഹോപ്പറിൽ പോവില്ല. സോ അത് ഞാൻ അത് ശരിയാക്കിയിട്ടുണ്ട്. സോ ഗൈസ് ഞാൻ 3 അവിടെയും ഞാൻ ഇത്രയും വലിയ സാധനം ഉണ്ടാക്കാൻ പോണ്. കുഴപ്പമില്ലായിരിക്കട്ടെ, ബിക്കോസ് നമുക്ക് നല്ല ഫുഡിൻ്റെ ആവശ്യം വരും. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, സെമി ഓട്ടോമാറ്റിക് ഫാമാണ്. പറഞ്ഞാൽ എനിക്ക് ഇതിടേണ്ടി വരും. പറഞ്ഞാൽ എല്ലാ സീഡും മാനുവലി ഇടേണ്ടി വരും. അതാക്കി പ്രശ്നമില്ല, അത് കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം. 6 പ്ലാറ്റ്ഫോമായിട്ടാണ് ഇത് മൊത്തം ഞാൻ ഇട്ടിട്ട്. ഇവിടെ ഇനി എനിക്ക് ഡിസ്പെൻസർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇട്ടിട്ട് ഇതിൽ കൂടി റെഡ് സ്റ്റോൺ വഴി ഇങ്ങനെ കയറ്റണം. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഇടയിൽ വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടാക്കണം. അവിടെ വിട്ടിട്ട് ഇവിടം വരെ ആക്കി കഴിഞ്ഞാൽ ശരിയാവും. ഇങ്ങനെ ഉണ്ടാക്കണം. ഇങ്ങനെ പോകണം, എന്തെങ്കിലും ഉണ്ടാക്കണം. ഇതേ കൂടി തന്നെ പോകണം. ഇത് കണ്ട ഞാൻ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ വെള്ളം ഇടുമ്പോൾ ഇത്ര സ്പേസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹോ ചെയ്യുമ്പോൾ 2 3 4 ഈ 4ലും ഈ വെള്ളം കാരണം ഇത് പൂല്ല, ഡേർട്ടായി പൂല്ല. 5 എണ്ണം കാരണം നമ്മൾ ഇപ്പൊ 4 എണ്ണം ആയിട്ട് ഇതിന്റെ കൂടെ ഒരു 5ാമത്തെ ഡേർട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ അതാവില്ല. അപ്പൊ ഈ വെള്ളത്തിന്റെ ഫ്ലോ ഇതിനെ ഈ ഡേർട്ട് ബ്ലോക്കിനെ പൊട്ടാണ്ടിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത് 4 ഇപ്പൊ ഞാൻ ഇത് വെച്ചു, അപ്പൊ ഇതും ഇപ്പുറത്തേക്ക് പോയി. ബട്ട് ഇവിടെ വരാനായിട്ട് ഇതിന്റെ ഇടയിലും കൂടി വെക്കണം. അപ്പോ ശരിയാണ്. ഇത് കണ്ട വയസ്സ്, ഇത് കണ്ട, ഇത് വെക്കുമ്പോ കണ്ട പൊട്ടണ്. അത് കാരണമാണ് നമ്മൾ വെള്ളം വെക്കുന്നത്. അപ്പോൾ ഈ സാധനം 7/ഇതിലാ പോകുന്നത്. ഇത് മൊത്തം
മൊത്തം മുകളിൽ വരെ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ മൂന്ന് ഇത് ആക്കി കഴിഞ്ഞാൽ ഇത് മൊത്തം ആവും. പിന്നെ ബാക്കി ഡിസ്പെൻസറും റെഡ്സ്റ്റോൺ ഒക്കെ ചെയ്യണം. അപ്പൊ ഞാൻ കണ്ട ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ മൊത്തം ഡിസ്പെൻസർ ആയിട്ട് വാട്ടർ ബക്കറ്റ് എല്ലാം നിറയ്ക്കണം. എന്നിട്ട് ബാക്കിൽ ഒരു സർഫസ് ഉണ്ടാക്കിയിട്ട് ഇതേ കൂടി റെഡ്സ്റ്റോൺ അതുവരെ കൊണ്ടുവരണം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സാധനം വർക്കിംഗ്. സോ ഞാൻ ഡിസ്പെൻസറൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പൊ നിങ്ങൾ എനിക്ക് 2 മിനിറ്റ് ഞാൻ ഇവിടെ ഡിസ്പെൻസറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ 12 ഡിസ്പെൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ പ്ലേസ് ചെയ്യണം മൊത്തത്തിൽ. അതിനെ കയറ്റി പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കാം. ഇങ്ങനെയായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ 4 അവിടെയും വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ ബക്കറ്റ് വേണം. അപ്പോൾ റെഡ്സ്റ്റോൺ ഞാൻ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് ലിവറാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇതുവരെ പോയുള്ളൂ കണക്ഷൻ. സോ ഞാൻ ഒരു റിപ്പീറ്റർ ഇട്ടു. അപ്പോൾ അതേപോലെ എല്ലാവിടെയും റിപ്പീറ്റർ ഇട്ടിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മൊത്തം റെഡ്സ്റ്റോൺ ഇടണം. എന്നിട്ട് ഇവിടെ ഫുൾ നമുക്ക് റിപ്പീറ്റർ ഇടണം. അപ്പോഴോ അത് വർക്ക് ചെയ്യുള്ളൂ. ഗൈസ് ഇനി വർക്കാവുന്നുണ്ട്. ഇത് മൊത്തം ഞാൻ റിപ്പീറ്റർ ഇട്ടിട്ടുണ്ട്. ഇവിടേക്ക് വരാൻ ഇത്തിരി കഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു റിപ്പീറ്റർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഓരോന്നിലും നമ്മൾ വാട്ടർ ബക്കറ്റ് ഇട്ടാൽ ഇത് വർക്ക് ആവണം. ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. ഗൈസ് ഇത് മൊത്തം ഇട്ടുണ്ട്. ഇനി ആവോ ഇല്ലയോ എന്ന് നോക്കി അറിയാം. ഇനി ഇത് ഓൺ ചെയ്താൽ അവിടുന്ന് വെള്ളം വരും. വന്നില്ല. എന്തോ പ്രശ്നം ഗൈസ്. ഇങ്ങോട്ട് ചെയ്താൽ വരും. സോ ഗൈസ്, ഞാൻ പ്രശ്നം എന്താ കണ്ടുപിടിച്ചു. ഇത് കണ്ടോ, ഞാൻ ഒരു ലൈന് വിടാതെ ഡിസ്പെൻസറിൻ്റെ അപ്പുറത്ത് തന്നെ കൂടിയാണ് ആ വയറിങ് കൊണ്ടുവന്നത്. അത് ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. അതിനെ ഒരു ബ്ലോക്ക് അപ്പുറത്ത് റെഡ്സ്റ്റോണിങ് ചെയ്യണം. അത് പറഞ്ഞാൽ ഡിസ്പെൻസറിൽ കണക്റ്റ് ആവും അതിൽ കൂടി. സോ അതിനെ ഒരു ബ്ലോക്ക് അപ്പുറത്ത് വേണം റെഡ്സ്റ്റോൺ വയറിങ് ചെയ്യാൻ. അതായിരുന്നു തെറ്റിയത്. സോ അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ അത്ര ചന്തം ഉണ്ടായിരുന്നില്ല. ഇത്രയും കൂടി കാണാൻ നല്ലതാക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഒരു ബ്ലോക്ക് വലുതാക്കിയിട്ട് സൈഡിലേക്ക്, അത് കഴിഞ്ഞിട്ട് സൈഡിൽ കൂടി വയറിങ് കൊണ്ടുവരിക. അതിൻ്റെ അപ്പുറത്തെ ബ്ലോക്ക് ഞാൻ കവർ ചെയ്യാം. എനിക്ക് റെഡ്സ്റ്റോൺ വയറിങ്ങും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും ഓക്ക് വുഡ് കാരണം. അതുകൊണ്ടാണ് ഞാൻ സൈഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ റെഡ്സ്റ്റോൺ കൊണ്ടുവരുന്നത്. സോ ഗൈസ്, ഫൈനലി നമ്മുടെ ഫാം റെഡി ആയിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ ഈ വീറ്റ് ഫാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ലിവർ ചേർത്തി. പിന്നെ ഈ ഫ്രണ്ടിൽ വുഡ് വെച്ചു. സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിട്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ലാൻഡേൺ ഇട്ടു. മോബ്സ് ഒന്ന് സ്പോൺ ആകാണ്ടിരിക്കാൻ അത് നോക്കട്ടെ. പിന്നെ ഈ റെഡ്സ്റ്റോണിൻ്റെ വയറിങ് ഞാൻ മൊത്തത്തിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് കാണാൻ അത്ര ചന്തമില്ല, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു കൂട്ടി. സോ പിന്നെ ബാക്കത്തെ റെഡ്സ്റ്റോൺ വയറിങ് എല്ലാം ഞാൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ താഴെ ഈ ഡെർട്ട് ബ്ലോക്ക് ഒക്കെ ഞാൻ അടച്ചു കൂട്ടിയിട്ടുണ്ട്. സോ ഇനി ഫൈനലായിട്ട് ഒരു കാര്യം കൂടി നോക്കണം. ഇത് വർക്ക് ആവണ്ടോ ഇല്ലേ എന്നാണ് നോക്കേണ്ടത്. ഇത് പക്ഷേ ഞാൻ കുറച്ച് ഓവർ ലെങ്ത്തിലുണ്ടാക്കി, എന്നാലും കുഴപ്പമില്ല. അത്ര കൂടുതൽ അത്രയും നല്ലത്. പക്ഷേ ഇതിൽ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഞാൻ എന്താ കാണിച്ചു തരാം. ഇത് വർക്ക് ആവണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓൺ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ സാധനം വർക്ക് ചെയ്യാറുണ്ട്. ഇത് കറക്റ്റ് അതേ പോയിട്ട് ഹോപ്പറിൻ്റെ ഉള്ളിൽ വീണിട്ട് ഗൈസ് ഇത് ചെയ്യുമ്പോൾ ഇത് ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ശരിയാവും. ഗൈസ്, ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവിടെയും ഒന്നൊന്നായിട്ട്. ഇവിടേക്ക് സീഡും അതും വീഴാണ്ടിരിക്കാൻ. പിന്നെ എല്ലാ സീഡും ഞാൻ തിരിച്ച് ഇതാക്കിയിട്ടുണ്ട്. ഇത് സെമി ഓട്ടോമാറ്റിക് ഫാമാണ് ഗൈസ്. എന്താ വെച്ചാൽ
ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, ബിക്കോസ് ഇത് ജസ്റ്റ് ആ ലിവർ കാരണം ഇതൊക്കെ പൊട്ടി ചെസ്റ്റിക്ക് വരും. ബട്ട് അവിടെ നിന്ന് നമ്മൾ സീഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മൊത്തം വെക്കണം. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഫുഡെങ്കിലും കിട്ടുന്നുണ്ട്, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഈ ഫുഡിൻ്റെ കുറവുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാണ്, ശരിയായി. നമുക്ക് ഫുഡിൻ്റെ ഒരു പേടിയില്ല. പിന്നെ നമുക്ക് കുറേ ഫുഡ് കിട്ടുന്നുണ്ടാവും. ഇപ്പം തന്നെ ഇതാ ഇത്രയുമായി. ഇവിടെ ഒരു ട്രേഡർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു എന്താ പറയുക വാണ്ടർ ട്രേഡർ, അതങ്ങനെ എന്തോ അല്ലേ. അത് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്തു. ഇൻവിസിബിലിറ്റീൻ്റെ പോഷൻ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുക്കാൻ നോക്കി. എനിക്ക് ഒരു ബക്കറ്റിൽ 2 എമറാൾഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 ബക്കറ്റ് കൊടുത്തിട്ട് 4 കിട്ടി. അപ്പോഴേക്കും അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിച്ചു. അപ്പോൾ എനിക്കത് കിട്ടിയില്ല. ഈ ലീസ് നോക്കണ്ട, അവർ രണ്ടുപേരും എന്തായാലും എന്താ പറയുക ഡീസ്പോൺ ആയതാണ്. ഫ്ലാഷ് ബാക്ക്. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇന്ന് ഒരു മൈൻഡ് ഷാഫ്റ്റ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തു. അതിന് നമുക്ക് ഒരു ഗോൾഡൻ ആപ്പിൾ കിട്ടി, പിന്നെ 21 ഡയമണ്ടും. ഇനിയും ഡയമണ്ട് ആവശ്യമുണ്ട് ഫുൾ ആർമർ ടൂൾസിനൊക്കെ വേണ്ടി. ബട്ട് ഞാൻ ഓഫ് ഗെയിം ഞാൻ ഡയമണ്ട് ഇത്തിരി മൈൻഡ് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സെമി ഓട്ടോമാറ്റിക് ഫാം ഉണ്ടാക്കി, അതിപ്പോൾ ഫുൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഫുഡിൻ്റെ ഒരു കുറവില്ല നമുക്ക്. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബൈ ബൈ, പീസ് ഔട്ട്.